വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന സബ്ജക്റ്റിലുള്ള ട്രേഡിംഗ് ബ്ലോക്സ് ആണ്, അല്ലെങ്കിൽ റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻ ആണ്. എ ട്രേഡിംഗ് ബ്ലോക്ക് ഈസ് ജനറലി ഡിഫൈൻഡ് ആസ് 2 or more countries bound by the specific agreement which determines some or all of their international trade practices and which usually provides for common import tariff on certain, if not all, imported products. ട്രേഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതലോ നേഷൻസ് അവർ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. ഫോർ ദി സേക്ക് ഓഫ് ബിസിനസ്, അവർ നടത്തുന്ന ബിസിനസ്സിൻ്റെ ഒരു സേക്കിന് വേണ്ടിയിട്ട് അവർ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. 2 or more നേഷൻസ് ആണ്. ഫോർ റെഡ്യൂസിങ് ദ ബാരിയേഴ്സ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്, നമ്മൾ ഒരുപാട് ബാരിയേഴ്സ് ഇൻ്റർനാഷണൽ ട്രേഡിൽ വരുന്ന ടൈപ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ. അപ്പോൾ ഓരോ ബാരിയേഴ്സും എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം, അത് റെഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ബിസിനസ്, അതായത് എക്സ്പോർട്ടിലായാലും ഇമ്പോർട്ടിലായാലും ഒരുപാട് ബാരിയേഴ്സ് വരുന്നുണ്ട്. സോ അതെല്ലാം റെഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ബിസിനസ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് 2-3 കൺട്രീസ് അല്ലെങ്കിൽ ഒരുപാട് കൺട്രീസ് കൂടി ചേർന്നിട്ട് വരുന്ന ഒരു ബ്ലോക്ക്, ഒരു ട്രേഡിംഗ് ബ്ലോക്കാണ് റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ട്രേഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത്. It is the economic arrangement among the member countries where they cooperate with one another in many ways. അതായത് 2 അതിൽ കൂടുതലോ മെമ്പർ കൺട്രീസ് അതിലുണ്ടാവും, ട്രേഡിംഗ് ബ്ലോക്കിലുണ്ടാവും. സോ അതിൽ ഇവർ കോപ്പറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാണ്. ഒരുപാട് കാര്യങ്ങൾ ഇവർ കോപ്പറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് എലിമിനേറ്റ് റെസ്ട്രിക്ഷൻസ് ഓൺ ദി ഫ്ലോ ഓഫ് ഗുഡ്സ്, സർവീസ്, ക്യാപിറ്റൽ ആൻഡ് ലേബർ. ഒരുപാട് കാര്യങ്ങൾ അവർ കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊന്നാണ് റെസ്ട്രിക്ഷൻസ്. അവരുടെ ഗുഡ്സ് ഫ്ലോ കൺട്രിയിലേക്ക് വരുന്നതിനും എക്സ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് അവർ റെസ്ട്രിക്ഷൻസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. സോ അതെല്ലാം എലിമിനേറ്റ് ചെയ്യാൻ, അതുപോലെ ക്യാപിറ്റൽ, ലേബർ, അതെല്ലാം നമ്മുടെ കൺട്രിയിലേക്ക് വരാനും അത് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സോ അതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഒരു റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രേഡിംഗ് ബ്ലോക്സ് ആർ റീജിയണൽ ഗ്രൂപ്പിംഗ് ഓഫ് കൺട്രീസ് വിത്തിൻ വിച്ച് ട്രേഡ് ബാരിയേഴ്സ് ഹാവ് ബീൻ റിമൂവ്ഡ്. In short, regional economic integration or trading block means trading groups of countries in a region. അപ്പം ഒരു പെർട്ടിക്കുലർ റീജിയനിലുള്ള 2-3 കൺട്രീസ് കൂടിയിട്ടായിരിക്കും റീജിയണൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രേഡിംഗ് ബ്ലോക്ക് മീൻസ് അതാണ് ട്രേഡിംഗ് ഗ്രൂപ്പ്സ് ഓഫ് കൺട്രീസ് ഇൻ എ റീജിയൻ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് ബ്ലോക്സ് ആണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് യൂറോപ്യൻ യൂണിയൻ, അല്ലെങ്കിൽ EU എന്നും കൂടി പറയും. യൂറോപ്യൻ യൂണിയൻ ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് കോംപ്രിഹെൻസീവ് ട്രേഡിംഗ് ബ്ലോക്ക്. യൂറോപ്യൻ യൂണിയനാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ട്രേഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ ആണ്. ദി ഒറിജിൻ ഓഫ് EU ഗോസ് ബാക്ക് ടു ദ യൂറോപ്യൻ കോൾ ആൻഡ് സ്റ്റീൽ കമ്മ്യൂണിറ്റി. ആദ്യം EUവിൻ്റെ ഒറിജിൻ ചെയ്തത് യൂറോപ്യൻ കോൾ ആൻഡ് സ്റ്റീൽ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. ആദ്യം യൂറോപ്യൻ കോൾ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് ഉണ്ടായത്. അതിനുശേഷം അതിൻ്റെ മാറ്റം, അതിൽ നിന്നാണ് യൂറോപ്യൻ യൂണിയൻ ഉണ്ടാകുന്നത്. ഇറ്റ് വാസ് ഫോംഡ് വിത്ത് ദ ദെൻ വെസ്റ്റേൺ ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ബെൽജിയം, നെതർലാൻഡ്സ് ആൻഡ് ലക്സംബർഗ് ഇൻ 1952. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു എന്താണ് ട്രേഡിംഗ് ബ്ലോക്സ്. 2 അതിൽ കൂടുതലോ കൺട്രീസ് കൂടെ ചേർന്നിട്ട് അവർ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് എഗ്രിമെൻറ്റ് വെക്കുവാണ്. ഇമ്പോർട്ട്, താരിഫ്, അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസിൽ നിന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഗ്രൂപ്പായി പ്രവർത്തിക്കുകയാണ്. സോ ഇവിടെ യൂറോപ്യൻ യൂണിയനിൽ ഏതൊക്കെ കൺട്രീസാണുള്ളത്? വെസ്റ്റ് ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ബെൽജിയം, നെതർലാൻഡ്സ്, ലക്സംബർഗ് എന്ന് പറയുന്ന 6 കൺട്രീസ് കൂടിയിട്ടാണ് ആദ്യം ഫോം ചെയ്തത് 1952. The aim of ECSC means European Coal and Steel Community ആണ്, was to eliminate import duties and quotas on coal, iron ore, steel and scrap. അതായത് ഇൻ്റർനാഷണൽ ട്രേഡിൽ വരുന്ന മെമ്പർ കൺട്രീസിൽ വരുന്ന അവർ ബിസിനസ് ചെയ്യുന്നുണ്ടാവും അല്ലെ, കോള്, അയൺ ഓർ, സ്റ്റീൽ, സ്ക്രാപ്പൊക്കെ ബിസിനസ് ചെയ്യുന്ന കൺട്രീസ്, അതായത് ഇൻ്റർനാഷണൽ ട്രേഡ് നടത്തുന്നവരുടെ ഇടയിൽ ഇമ്പോർട്ട് ഡ്യൂട്ടീസ്, കോട്ടാസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു എയിമോട് കൂടിയിട്ടാണ് ECSC എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്.
അപ്പം ഈ ECSSCൻ്റെ സക്സസ് കൊണ്ട്, അതായത് ECSC സ്റ്റാർട്ട് ചെയ്തപ്പോൾ സക്സസ് ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ മെമ്പർ കൺട്രീസ് അവരുടെ ഫെസിലിറ്റീസ് അത് മറ്റുള്ള എക്കണോമിയിലും മറ്റുള്ള സെക്ടേഴ്സിലും കൂടെ അവർ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. This was decided on the basis of the Treaty of Rome signed in 1957. This treaty gave birth to European Economic Community known as European Union. അപ്പോൾ അതിന് ശേഷം, അതായത് ഈ ഒരു ECSൻ്റെ സക്സസ്സിന് ശേഷം കുറച്ചും കൂടെ എക്കണോമിയിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഇവർ തീരുമാനിച്ചു. മീൻസ് കുറച്ചും കൂടി വാസ്റ്റായിട്ട് ഈ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ക്വാട്ടാസ് എലിമിനേറ്റ് ചെയ്യാനുള്ള ആ ഒരു എയിമോട് കൂടിയിട്ട് കുറച്ചും കൂടെ വാസ്റ്റായിട്ട് ഇവർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രീറ്റി ഓഫ് റോമിലാണ് ഇവർ ഡിസൈഡ് ചെയ്തത്. അപ്പോൾ അതിന് ശേഷം ഇത് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ആയിട്ടാണ് അറിയപ്പെടുന്നത്, നോൺ ആസ് യൂറോപ്യൻ യൂണിയൻ. ഇനി നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് യൂറോപ്യൻ യൂണിയൻ്റെ ഫോർമേഷൻ അല്ലെങ്കിൽ എവല്യൂഷൻ നോക്കാം. ദി സെക്കൻഡ് വേൾഡ് വാർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർമേഷൻ ഓർ എവല്യൂഷൻ ഓഫ് യൂറോപ്യൻ യൂണിയൻ ആണ്. അതിൽ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നമ്മുടെ വേൾഡ് ആകെ ഡിസ്ട്രോയ് ആയി കിടക്കുന്ന സമയത്ത് യൂറോപ്യൻ കൺട്രീസ് എല്ലാവരും കൂടെ നമ്മുടെ യൂറോപ്പിനെ റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ റീബിൽഡ് ചെയ്യുന്ന സമയത്ത് വാറിന് ശേഷം യൂറോപ്പ് രണ്ടായിട്ട് തിരിഞ്ഞു. ഈസ്റ്റും വെസ്റ്റും ആയിട്ട് അവർ സ്പ്ലിറ്റ് ചെയ്തു. ഓൺ May 9, 1950, French Foreign Minister Robert Schuman presented a plan for deeper cooperation. Based on the Keyman plan, 6 countries, Germany, France, Italy, Netherlands, Belgium and Luxembourg, signed a treaty to run their heavy industries, coal and steel, under a common management. അപ്പോൾ വാറിന് ശേഷം നമ്മുടെ ഫ്രഞ്ച് ഫോറിൻ മിനിസ്റ്റർ റോബർട്ട് ക്യൂമാൻ ഒരു പ്ലാൻ കൊണ്ടുവന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീപ്പർ കോപ്പറേഷന് വേണ്ടിയിട്ട്. അതായത് ഒരു 6 കൺട്രീസ് മീൻസ് ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, നെതർലാൻഡ്സ്, ബെൽജിയം, ലക്സംബർഗ് എന്ന് പറയുന്ന 6 കൺട്രീസും കൂട്ടിയിട്ട് ഒരു ഹെവി ട്രീറ്റി സൈൻ ചെയ്യാണ്. എന്താണ് ഹെവി ഇൻഡസ്ട്രീസ്, കോൾ ആൻഡ് സ്റ്റീൽ. അതായത് ഹെവി ഇൻഡസ്ട്രീസ് ആയിട്ടുള്ള കോളും സ്റ്റീലും ഒറ്റൊരു മാനേജ്മെൻറ്റിൽ കൊണ്ടുപോകാൻ. The Coal and Steel Treaty was signed in 1952 with the objective of the formation of common market in coal, steel and iron ore for members. അപ്പം ECSC മീൻസ് യൂറോപ്യൻ കോൾ ആൻഡ് സ്റ്റീൽ കമ്മ്യൂണിറ്റി ആണ്. അപ്പോൾ അതിൽ വരുന്ന കൺട്രീസ് ഏതൊക്കെയാണ് കൺട്രീസ്? ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, നെതർലാൻഡ്സ്, ബെൽജിയം, ലക്സംബർഗ് എന്ന് പറയുന്ന യൂറോപ്യൻ കൺട്രീസ് കൂടെ ഈ ഒരു ട്രീറ്റി സൈൻ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളായാലും സ്റ്റീലായാലും ഹെവി ഇൻഡസ്ട്രീസ് എല്ലാം ഒറ്റ ഒരു മാനേജ്മെൻറ്റിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവരുടെ ഇൻ്റർനാഷണൽ ട്രേഡ് മുന്നോട്ട് പോകാൻ. Following the success of Coal and Steel Treaty, the 6 countries expanded cooperation to other economic sectors. They signed the Treaty of Rome in 1957, creating the European Economic Community and European Atomic Energy Community. അപ്പം ഈ പറയുന്ന യൂറോപ്യൻ കോൾ ആൻഡ് സ്റ്റീൽ കമ്മ്യൂണിറ്റിയുടെ സക്സസ് കണ്ടിട്ട് ഈ വെറും ഹെവി ഇൻഡസ്ട്രീസിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ മറ്റുള്ള എക്കണോമിക് സെക്ടേഴ്സിലും കൂടെ ഇവർ എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത്. അതുപോലെ യൂറോപ്യൻ അറ്റോമിക് എനർജി കമ്മ്യൂണിറ്റിയും കൂടെ ഫോം ചെയ്യുന്നത്. ഇൻ 1967 ECSC ആൻഡ് EEC ആസ് വെൽ ആസ് European Atomic Energy Community was merged to form European Community. അപ്പോൾ ഈ യൂറോപ്യൻ കോൾ ആൻഡ് സ്റ്റീൽ കമ്പനിയും അതുപോലെ യൂറോപ്യൻ കോൾ ആൻഡ് സ്റ്റീൽ കമ്മ്യൂണിറ്റിയും അതുപോലെ യൂറോപ്യൻ അറ്റോമിക് എനർജി കമ്മ്യൂണിറ്റിയും കൂടെ മേർജ് ചെയ്തിട്ട് യൂറോപ്യൻ കമ്മ്യൂണിറ്റി ആയിട്ട് ഫോം ചെയ്തു. ഇൻ 1992 the Treaty of European Union was signed in Maastricht. This treaty renamed the European Community as European Union. അതിനുശേഷം പിന്നെ ഒരു ട്രീറ്റി വന്നു. ആ സമയത്താണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന ആ ഒരു പേര് റീനെയിം ചെയ്യുന്നത്. ആ ട്രീറ്റി ഉള്ള സമയത്ത് ആസ് പെർ ദ മാസ്ട്രിച്ച് ട്രീറ്റി എ സിംഗിൾ ഓർ കോമൺ കറൻസി നോൺ ആസ് യൂറോ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ January 1, 1999. അപ്പോൾ യൂറോപ്യൻ കൺട്രീസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ കറൻസിയാണ് അവർ യൂസ് ചെയ്യുന്നത്. അതാണ് യൂറോ. ആ ഒരു ട്രീറ്റി അവർ കൊണ്ടുവന്നത് മാസ്ട്രിച്ച് ട്രീറ്റിയിലാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓൺ January 1, 1999. ഓൺ January 1, 2002 യൂറോ നോട്ട്സ് ആൻഡ് കോയിൻസ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ 12 മെമ്പർ കൺട്രീസ്. അപ്പം മെമ്പർ കൺട്രീസ് ആയിട്ടുള്ള എല്ലാ
മെമ്പർ കൺട്രീസ് 12 മെമ്പർ കൺട്രീസിനും യൂറോ നോട്ട്സും കോയിൻസും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അച്ചീവ്മെൻറ്റ്സ് ഓഫ് യൂറോപ്യൻ യൂണിയൻ ആണ്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ബാലൻസ് ഓഫ് ട്രേഡ് ആൻഡ് പേയ്മെൻറ്റ്സ്. After the formation of this organization, there has been a sustainable rise in its export and imports in relation to the rest of the world. അപ്പം യൂറോപ്യൻ യൂണിയൻ ഓർഗനൈസേഷൻ ഫോം ചെയ്തതിന് ശേഷം ട്രേഡിലും അതുപോലെ പേയ്മെൻറ്റ്സിലും ബാലൻസ് ഉണ്ടായി എന്നാണ് പറയുന്നത്. സസ്റ്റൈനബിൾ റൈസ് ഉണ്ടായി എന്നാണ് പറയുന്നത്. ട്രേഡ് ക്രിയേഷൻ ആൻഡ് ട്രേഡ് ഡൈവേർഷൻ എഫക്റ്റ്. A highly significant achievement of the European Union has been a very sustainable increase in the trade creation. Next one, common agricultural policy. The Treaty of Rome had stressed upon the evolution of common agricultural policy for all members of the customs union. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് ജസ്റ്റ് കോൾ ആൻഡ് സ്റ്റീൽ കമ്മ്യൂണിറ്റിയിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ടാണ് ഇപ്പോൾ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് എല്ലാ എക്കണോമിക് സെക്ടറിലും അപ്പോൾ അത് യൂറോപ്യൻ യൂണിയൻസ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. സോ കോമൺ അഗ്രികൾച്ചർ പോളിസിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതുപോലെ കോമൺ ഫിഷറീസ് പോളിസിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതുപോലെ കോമൺ ട്രാൻസ്പോർട്ട് പോളിസിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേഡ് ബ്ലോക്സ് ആണ് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ സാർസ്. സാർസ് ഇസ് എൻ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഓഫ് 8 കൺട്രീസ് ഇൻ സൗത്തേൺ ഏഷ്യ. ഇത് നേരത്തെ പറഞ്ഞ യൂറോപ്യൻ കൺട്രീസ് ഫോം ചെയ്ത ഓർഗനൈസേഷനാണ്. ഇത് സൗത്തേൺ ഏഷ്യൻ കൺട്രീസ് അല്ല 8 ഏഷ്യൻ കൺട്രീസും കൂടിയിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുള്ളതാണ് സാർസ്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ. It was formed by the South Asian countries including India, Bangladesh, Pakistan, Nepal, Bhutan, Sri Lanka and Maldives. ഈ 8 കൺട്രീസും കൂടിയിട്ടാണ് നമ്മുടെ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫോംഡ് ഇൻ ഡിസംബർ 1985. The members agreed on 5 areas of cooperation: agriculture and rural development, telecommunications, science, technology and meteorology, health and population activities, transport, human resource development എന്നുള്ള 5 ഏരിയാസിലാണ് ഇവർ കോപ്പറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? പ്രൊമോഷൻ ഓഫ് ദി വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ഓഫ് സൗത്ത് ഏഷ്യ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ക്വാളിറ്റി ഓഫ് ദിയർ ലൈഫ്. പിന്നെ എക്കണോമിക് ഗ്രോത്ത്, സോഷ്യൽ പ്രോഗ്രസ്, കൾച്ചറൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ അവരുടെ കളക്റ്റീവ് സെൽഫ് റിലയൻസ് എമംഗ് പ്രൊമോഷൻ ആൻഡ് സ്ട്രെങ്തനിങ് ഓഫ് ദി സൗത്ത് ഏഷ്യ, പിന്നെ സ്ട്രെങ്തനിങ് ഓഫ് കോപ്പറേഷൻ വിത്ത് അതർ ഡെവലപ്പിംഗ് കൺട്രീസ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് ബ്ലോക്കാണ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, അല്ലെങ്കിൽ ഏഷ്യൻ എന്നും കൂടെ ഷോർട്ട് ഫോമിൽ നമുക്ക് പറയാം. ASEAN അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് 10 കൺട്രീസ്. 6 കൺട്രീസ് ആണ് നമ്മുടെ ടെക്സ്റ്റിലുള്ളത്. ശരിക്കും 10 കൺട്രീസിൻ്റെ ഗ്രൂപ്പാണ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ. അതിൽ ഇവിടെ സിംഗപ്പൂർ, പിന്നെ മലേഷ്യ, ഫിലിപ്പീൻസ്, തായ്ലൻഡ് അങ്ങനെ 10 കൺട്രീസ് ആണ് ഈ ഒരു അസോസിയേഷനിലുള്ളത്. ഇറ്റ് വാസ് ക്രിയേറ്റഡ് ഇൻ 1967. ഇന്ത്യ ഈസ് എ ക്ലോസ് ട്രേഡിംഗ് പാർട്ട്ണർ ഓഫ് ഏഷ്യൻ ആൻഡ് ഹാസ് സൈൻഡ് ദ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വിത്ത് ദം. അപ്പോൾ ഇന്ത്യയും കൂടെ ക്ലോസ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് പാർട്ട്ണറാണ്. അതുപോലെ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിട്ടുമുണ്ട്. ദ ഗോൾസ് ഓഫ് Association of Southeast Asian Nations are economic integration and cooperation through complementary industry programs, preferential trading including reduced tariff and non-tariff barriers. അപ്പോൾ ഇവരുടെയും ഒരു മെയിൻ എയിം എന്താണ്? താരിഫ് റെഡ്യൂസ് ചെയ്യുക, അതുപോലെ കോപ്പറേഷൻ, ഇൻ്റഗ്രേഷൻ, എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസിലും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അവർ പ്രവർത്തിക്കുന്നു. ആൻഡ് ഗ്യാരണ്ടീഡ് മെമ്പർ ആക്സസ് ടു മാർക്കറ്റ്സ് ത്രൂഔട്ട് ദ റീജിയൻ. അപ്പോൾ ആ ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആ ഒരു റീജിയനിലുള്ള മാർക്കറ്റ്സ് അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കുന്നു ആ മെമ്പർ കൺട്രീസിന്. നെക്സ്റ്റ് വണ്ണാണ് നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ നാഫ്ത. നാഫ്ത കെയിം ഇൻ ടു ബീയിങ് ഓൺ January 1st, 1994. This trading bloc was formed by USA, Canada and Mexico. NAFTA is expected to eliminate all tariff and trade barriers among these countries by
2009. അപ്പോൾ 2009 നാഫ്തേൻ്റെ എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ താരിഫ്, ട്രേഡ് ബാരിയേഴ്സ് എല്ലാം എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാഫ്ത രൂപീകരിച്ചത്. നാഫ്ത USA, കാനഡ, മെക്സിക്കോ എന്ന് പറയുന്ന 3 കൺട്രീസും കൂടെ ഫോം ചെയ്തതാണ്. ഇതിന് USMC എന്നും കൂടി പറയും, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെക്സിക്കോ കാനഡ അഗ്രിമെൻറ്റും കൂടി പറയും. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുകയാണെങ്കിൽ ടു ക്രിയേറ്റ് ന്യൂ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് പെർട്ടിക്കുലർലി ഇൻ മെക്സിക്കോയിൽ കൂടുതലായിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ടു എൻഹാൻസ് ദ കോമ്പറ്റേറ്റീവ് ആൻഡ് അഡ്വാൻറ്റേജ് ഓഫ് ദി കമ്പനീസ് ഓപ്പറേറ്റിംഗ് ഇൻ ദി USA, കാനഡ ആൻഡ് മെക്സിക്കോ ഇൻ വൈഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റ്. അപ്പോൾ അവരുടെ കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് USA, കാനഡ ആൻഡ് മെക്സിക്കോ മറ്റുള്ള കൺട്രീസിനേക്കാളും കൂടുതലായിട്ട് കോമ്പറ്റേറ്റീവ്നെസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചു. To reduce the prices of products and services by enhancing the competition, to enhance industrial development, to provide stable and predictable political environment. ഇപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ കേസ് പറയുമ്പോൾ ഒരുപാട് റിസ്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ റിസ്ക്, ജിയോഗ്രഫിക്കൽ റിസ്ക്, അങ്ങനെ ഒരുപാട് റിസ്ക് ഉണ്ട്. അപ്പം ഇതിൽ വരുന്ന ഈ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റും കൂടെ അവർ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു നാഫ്ത.